ഇതൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ. ഫെബ്രുവരി 6 മുതൽ 9 വരെ കാർ ഫെസ്റ്റ് നടക്കുകയാണ് മാതൃഭൂമിയുടെ കനകക്കുന്നിൽ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇന്ന് 9 ഇന്നും കൂടി ഉള്ളു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അപ്പൂടിനെയും വാവക്കുട്ടിയെയും അച്ചായെ ഏൽപ്പിച്ച് പുസ്തകങ്ങളുടെ ലോകത്തേക്ക് ഒന്ന് ഓളിയിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് ഞാനും ഗിഫ്റ്റും ശ്രീയും കൂടി പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നു. ആദ്യം രജിസ്ട്രേഷനാണ്, 400 റുപ്പീസാണ് കേട്ടോ ഒരാൾക്ക്. അപ്പോൾ അങ്ങനത്തെ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നമുക്ക് ID കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്നത്തെ പ്രോഗ്രാം ചാർട്ടും കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ പോവാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കാലിഗ്രാഫി, പിന്നെ കാരിക്കേച്ചർ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഓരോ സെഷൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഹാൾ ഓഫ് ലിറ്റേഴ്സിൽ നടക്കുന്ന ഒരു ടീച്ചിങ് ആയിട്ട് റിലേറ്റ് ചെയ്തൊരു സെഷൻ അറ്റൻഡ് ചെയ്തു കേട്ടോ, കുറച്ച് നേരത്തേക്ക്. പാരൻസും പ്ലസ് ടീച്ചേഴ്സ് പ്ലസ് സ്റ്റുഡൻസ് ആകുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോഴാണ് ബിജിപാലിൻ്റെയും ഡോക്ടർ ബിനീതയുടെയും ഒരു സെഷൻ കണ്ടത്. അങ്ങനെ പാട്ടൊക്കെ കേട്ടു കേട്ടോ. പക്ഷെ അതിവിടെ ആഡ് ചെയ്യാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് CK വിനീതൻ്റെയും സാനിയ അയ്യപ്പൻ്റെയും അരുണിമയുടെയൊക്കെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതും അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ മരത്തിൻ്റെ ചുവട്ടിലാണ് ഇവർ ഓരോ സെഷൻസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടയേർഡായി, അത്രയ്ക്ക് വെയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അടുത്തൊരു ഐസ്ക്രീം വാങ്ങി കഴിച്ചു കേട്ടോ. അത് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ബുക്കിൻ്റെ ആ ഒരു സെഷനിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കയറിയപ്പം ഭയങ്കര കളക്ഷൻ ഓഫ് ബുക്സ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. നമ്മൾ കേരള ലെജിസ്ലേറ്റീവ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിന് പോയപ്പോൾ ഉണ്ടായിരുന്ന അത്രയും വലിയൊരു കളക്ഷൻ ഓഫ് ബുക്സ് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ കാർ ഫെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും മേ ബി ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ബുക്സ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് അതൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ ബുക്സായിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അത് ഈ പെയിൻറ്റിങ്ങൊക്കെ അവിടെ സെയിലിന് വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബുക്സൊക്കെ വാങ്ങി നേരെ ഫുഡ് കോർട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോഴത്തേനും ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ നിന്ന് ബിരിയാണിയും ജ്യൂസും ആണ് കേട്ടോ വാങ്ങിക്കുടിച്ചത്. ജ്യൂസ് വലിയ രസമില്ലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ആ കാലിഗ്രാഫിയുടെയും കാരിക്കേച്ചറിൻ്റെ സെഷനൊക്കെ ഭയങ്കര തിരക്കായിട്ടോ. അവിടെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചേക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ദേ നമ്മുടെ ഹിന്ദിക്കാരൻ ചേട്ടൻ കുറേ വെറൈറ്റി ഓഫ് കമ്മൽസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ കുറച്ച് കമ്മലൊക്കെ വാങ്ങിയിട്ട്, കമ്മലുണ്ട് എനിക്ക് ഭയങ്കര ഭ്രാന്താണ്, അത് ഇട്ടിട്ട് വരാൻ പറ്റില്ല. പക്ഷെ അത്രയും വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ ദേ വീട്ടിലേക്ക് പോയി. ഏകദേശം ഒരു 5 മണിയായപ്പോൾ ഞാൻ വീട്ടിലെത്തി കേട്ടോ. വാവക്കുട്ടി അത്രയും നേരം പിണങ്ങാതിരുന്നു എന്നെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഡേ ഒരു വെൽ സ്പെൻഡ് ഡേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ.